ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉണ്ടാവും. ആക്ച്വലി ഞാനും എൻ്റെ കൊളീഗ്സും കൂടിയിട്ട് ഞങ്ങളൊരു ലഞ്ച് ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് കാലം മുന്നേ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ ഇന്നാണ് അത് എക്സിക്യൂട്ട് ചെയ്ത് പ്രോപ്പർ പ്ലാൻ ചെയ്യാനുള്ളൊരു ടൈം വന്നത്. കൊക്കോനെ കൂട്ടാതെ പോകുന്നതുകൊണ്ട് കൊക്കോന് ഭയങ്കര വിഷമാണ്. ഞങ്ങൾ എവിടെയെങ്കിലും റെഡി ആയിട്ട് പോകുമ്പോൾ കൊക്കോന് ആക്ച്വലി മനസ്സിലാവും ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന്. അപ്പോൾ അതിൻ്റെ ബഹളങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ആദ്യത്തെ തിരിച്ചു വരും. പിന്നെ ഞാൻ തിരിച്ച് എന്നെ കൂട്ടാൻ വരുമോ? ഇല്ലായിരിക്കും, ഞാൻ വല്ല മെട്രോ ടാക്സിയൊക്കെ പിടിച്ച് വരേണ്ടി വരും. എന്തായാലും ആദ്യത്തിൻ്റെ എന്താ പറയുക, ഒറ്റയ്ക്കുള്ള ദിവസം വിത്ത് കിഡ്സ് എൻജോയ് ചെയ്യട്ടെ. ലെറ്റ് മീ ഗോ ആൻഡ് ഹാവ് സം ഫൺ ഔട്ട് വിത്തൗട്ട് ആദത്ത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എനിക്കറിയില്ല ആക്ച്വലി ഈ വ്ളോഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇഫ് ഇറ്റ് കംസ് ഔട്ട് വെൽ ആൻഡ് ഗുഡ്, യു വിൽ ബി ഏബിൾ ടു സീ ഇറ്റ് ഇൻ മൈ ചാനൽ. If you're seeing this in my channel, that means it has actually come out well. അപ്പോൾ എനിവേസ് 12 ആയിരിക്കും നമുക്ക് അവിടെ എത്തണം. കരാമേൽ ഒരു റെസ്റ്റോറൻ്റാണ് ഞങ്ങൾ ആക്ച്വലി ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലേറ്റായിട്ട് നമുക്ക് എത്തണ്ട, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. കാറ് കയറിയപ്പോൾ സമയം 12:13, 12:30ക്കാണ് അവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. വൺ ഓഫ് മൈ കൊളീഗ് ഹാസ് ഓൾറെഡി റീച്ച്ഡ്. ഐ ഡോണ്ട് ലൈക്ക് ടു ആക്ച്വലി ഗോ എനി പ്ലേസ് ലേറ്റ്. എനിക്ക് എപ്പോഴും ഓൺ ടൈം അല്ലെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു മാക്സ് ഒരു 20 മിനിറ്റ്സ് ഒക്കെ നേരത്തെ എത്താനാണ് ഇഷ്ടം. അൺലൈക്ക് ആദത്ത് ഹൂ ഗോസ് ടു എവ്രി പ്ലേസ് ലേറ്റ്. ഇന്നെങ്കിലും എന്നെ സമയത്ത് ഒരു സ്ഥലത്ത് എത്തിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ലെറ്റ്സ് ഗോ. How do you feel when you get a day without me for few hours on a weekend? I know you'll miss me. You don't have to, be shy in telling me that. Para miss ചെയ്യും പറ. ഞാനില്ലാത്ത സമയങ്ങൾ നിങ്ങൾക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നൊക്കെ പറ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ഹാർഡ്ലി 20-25 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 12-10 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സൺഡേ അതുകൊണ്ട് തന്നെ അധികം വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല. ഈ റോഡാണ് ദുബായിനെ ദുബായ് ആക്കുന്നത്. ഈ റോഡ് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. രാത്രിയാണെങ്കിൽ അതിലും ഭംഗിയാണ്. അങ്ങനെ ആസ് യൂഷ്വൽ ദുബായിൽ വരുമ്പോൾ നമുക്ക് ഒരു എക്സിറ്റെങ്കിലും തെറ്റിച്ചിട്ടില്ലെങ്കിൽ സമാധാനം വരില്ല. 5 മിനിറ്റും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് എൻ്റെ കൊളീഗ്സൊക്കെ അവിടെ എത്തി. പക്ഷെ ഞങ്ങൾ ആസ് യൂഷ്വൽ തെറ്റിച്ചിരിക്കുന്നു. വീണ്ടും ഒരു എക്സിറ്റ് തെറ്റിച്ചതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്തത് ഒരു സ്ഥലത്ത് എന്നെ സമയത്തിനെ കൊണ്ടാക്കോ? എന്റെ ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോ 12 തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് മുന്നേ ഇറങ്ങണം. ഞാൻ കറക്റ്റ് സമയത്തിന് ഇറങ്ങി. എന്നോട് 22 മിനിറ്റ്, ഞാൻ 12 മണിക്ക് ഇറങ്ങി. എന്നിട്ട് കണ്ട എക്സിറ്റ് ഒക്കെ തെറ്റിച്ച് എന്നെ ലേറ്റ് ആയി. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നേരത്തെ എത്തിയിട്ടില്ലെങ്കിൽ കറക്റ്റ് ടൈമിന് എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് ദിസ് ഗൈ ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അങ്ങനെ വഴിയൊക്കെ തെറ്റിച്ച് എക്സിറ്റ് ഒക്കെ വീണ്ടും എടുത്ത് നമ്മൾ ഫൈനലി കരാമയിലെത്തി. ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഏറ്റവും അവസാനം എത്താൻ പോകുന്നതെന്ന്. പക്ഷേ എന്നെക്കാളും ലേറ്റായിട്ട് കുറച്ച് ആൾക്കാർ എത്തുന്നത് കൊണ്ട് തന്നെ ഏറ്റവും അവസാനം എത്തിയ ആൾ അല്ലെ ലേറ്റ് കമ്മർ എന്നുള്ളൊരു ടാഗ് ഇത്തവണ എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഒരു 12:45 ഒക്കെ ആയി ഞാൻ എത്തുമ്പം. എല്ലാവരും എത്താത്തതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പാരഡൈസ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കരാമയിലുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലഞ്ച് ഗെറ്റ് ടുഗെദർ. ഇതിൻ്റെ മേളത്തെ ഭാഗം ഹുക്കിൻ റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേ എന്നാണ് പറയുന്നത്. കാരണം മേലെ ഷീഷാസ് ഒക്കെ അവൈലബിൾ ആണ്. താഴത്തെ പോർഷൻ പാരഡൈസ് ബിരിയാണി എന്ന് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ആ 2 പേരും കണ്ടപ്പോൾ ഇനീഷ്യലി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം പുറത്ത് പാരഡൈസും ഉള്ളിൽ ഹുക്കിൻ കഫേ എന്നും മേലെ ഷീഷയൊക്കെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു മുകളിലത്തെ ഭാഗം അവർ ഹുക്കിൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ അട്രാക്ഷൻ ഈ സൈഡിലുള്ള ഈ ഗ്രീൻ വാൾസും ഈ സ്വിങ്സും തന്നെയായിരുന്നു.
എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് കത്തിയൊക്കെ അടിച്ച് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കിഡ്ലനായതുകൊണ്ട് തന്നെ നല്ല നല്ല ഫോട്ടോസും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി അവിടെ. ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് നിക്കോ മിഷലും. അവർ ഫിലിപ്പീൻസ് നിന്നാണ്. അപ്പം അവർക്കും ഇന്ത്യൻ ഫുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇന്നത്തെ ഒരു ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ താഴെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങളുടെ ഒരു കൊളീഗിൻ്റെ കുട്ടീനെയും കൂടി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് മുകളിലും പോയി ഒന്ന് നോക്കാമെന്ന്. മുകളിൽ ഷീഷ കഫേ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ എവിടെ നോക്കിയാലും ഒരു കുരങ്ങൻ്റെ പടമോ അല്ലെങ്കിൽ കുരങ്ങൻ്റെ സ്റ്റാറ്റ്യൂസോ ഒക്കെ കാണാം. അതായിരുന്നു ഇവരുടെ മെയിനെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകണമെന്ന്. ഒരു 3-4 മാസത്തെ പ്ലാനിങ് ആയിരിക്കും. ഇന്നാണ് അതിന് ശരിക്കും ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഒരു കൊളീഗിൻ്റെ മോനെ കൊണ്ടുവരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇയാളാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഈവനിങ്. ഞാൻ എത്ര നന്നാക്കാൻ നോക്കിയാലും എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ഫുഡിൻ്റെ നല്ല നല്ല ഫോട്ടോയും വീഡിയോ എടുക്കുന്നത്. ഞാൻ എത്രത്തോളം എസ്തെറ്റിക്കായിട്ട് എടുക്കാൻ ശ്രമിച്ചാലും അത് അത്ര കാണാൻ ഭംഗിയില്ലാത്ത രീതിക്ക് അവസാനം എപ്പോഴും വരാറുള്ളത്. ഞങ്ങളവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളൊരു മെനു ഒന്നും ആയിരുന്നില്ല. ഞങ്ങൾക്ക് അവരൊരു കോംബോ ഓഫറായിരുന്നു തന്നത്. അതായത് എല്ലാവർക്കും ഓരോരോ സ്റ്റാർട്ടേഴ്സ്, ഒരു മെയിൻ കോഴ്സ്, ഒരു ഡെസേർട്ട്. ഒരാൾക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയെ ഓരോ സ്റ്റാർട്ടേഴ്സിൽ ഉള്ളെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് എല്ലാ ഫുഡും ട്രൈ ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ആഫ്റ്റർനൂണിൻ്റെ സ്റ്റാർ ഇവൻ തന്നെയായിരുന്നു സാമുവൽ, ഞങ്ങളുടെ സാം. ഇവൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആയിരുന്നു അവനെ എടുക്കാനും അവനെ കളിപ്പിക്കാനും. മേജർലി ഗേൾസ് അടങ്ങുന്ന ഒരു ടീമായിരുന്നു ഞങ്ങളുടെ. ആകെ കൂടി 3 ബോയ്സ് മാത്രമേ ഞങ്ങളുടെ ടീമിലുള്ളൂ. അപ്പോൾ അവൻ ആദ്യമായിട്ട് ഇത്രയും സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടപ്പോൾ അവന് ബാക്കി ആൺപിള്ളേരുടെ പോകാൻ ചെറിയൊരു വിഷമവും മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ കൂടി അവൻ എല്ലാവരുടെ അടുക്കലും പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ബേബി ആയിരുന്നു. അവൻ എൻറ്റയർ ആഫ്റ്റർനൂൺ ഹി വാസ് സോ പീസ്ഫുൾ. ഹി ഡിഡ്ന്റ് ഗിവ് അസ് എനി ട്രബിൾ അറ്റ് ഓൾ. സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ച് കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോഴാണ് ദേ മെയിൻ ഐറ്റം വന്നത്, മിക്സ്ഡ് ഗ്രിൽ പ്ലാറ്റർ. ഇതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. ചിക്കൻ, ഫിഷ്, നിങ്ങൾക്ക് എന്താ വേണ്ട അതൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 മോമോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചിക്കൻ മോമോസും ഒരു വെജ് മോമോസും. ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വയറ് നല്ലപോലെ നിറഞ്ഞു. ഇവനെ എടുത്തപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലുള്ള ചേച്ചിയുടെ 2 മക്കളെ ഓർമ്മ വന്നത്. എനിക്ക് 2 നീസസാണുള്ളത്, പാറുവും തക്കുടുവും. അലൈന ആൻഡ് അലീഷ. എനിക്ക് അവരെ ഒരുപാട് മിസ് ചെയ്തു. അവരെ ഈ ഒരു പ്രായത്തിലൊക്കെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. സ്റ്റാർട്ടേഴ്സ് കഴിച്ച് വയറ് നിറച്ചതുകൊണ്ട് തന്നെ മെയിൻ കോഴ്സിന് വലിയ സ്ഥലമൊന്നും വയറിൽ ബാക്കി ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരും അവരവരുടെ ഫുഡിൽ നിന്ന് കുറച്ച് ബൈറ്റ് എടുത്തു. ബാക്കി അതേപടി പാർസൽ ചെയ്യിപ്പിച്ചു. ഞാനൊരു പനീർ 65 ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സമയം എന്ന് പറയട്ടെ, അടുത്ത ആഴ്ച ബർത്ത്ഡേ ഉള്ളവർക്ക് ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി. അപ്പോൾ അവൾ ചറ പറന്ന് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറേ ഫോട്ടോസ് എന്നെ കൊണ്ട് എടുപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. കിട്ടിയ ചാൻസിൽ ആ ഊഞ്ഞാലിൽ ഞാനും കയറി 2 ആട്ടം കാട്ടി. നല്ല രസമാണ് ഇങ്ങനെ ഊഞ്ഞാലാടി വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ പോയി. അതിനുശേഷം ലാസ്റ്റുള്ള ഡെസേർട്ട് വന്നു. ഗുലാബ് ജാമുനായിരുന്നു. അങ്ങനെ കഴിച്ച് എല്ലാവരും ഓരോ വഴിക്ക് പോയി. എൻ്റെ ലഞ്ച് ഞാനും പാർസലെടുത്തു. മെട്രോ പിടിച്ച് ഞാൻ വീട്ടിലെത്താൻ ഒരുപാട് നേരം എടുക്കുന്നു. ഞാൻ ആദ്യത്തെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം ആദ്യം തന്നെ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. എനിക്കും പാവം തോന്നി. 2-3 തവണയെ എന്നെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾ വരുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വഴിക്ക് പോയി. മെട്രോ വഴിയോ ടാക്സി വഴിയോ ഒക്കെ വന്നോ എന്നെ പറഞ്ഞ് എന്താ പറയുക എന്നെ അയച്ചു വിട്ട ഭർത്താവ് പറഞ്ഞു വേണ്ട നീ അങ്ങനെ കഷ്ടപ്പെടുന്നതാണ് എനിക്കിഷ്ടമല്ല. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ഇത്രയും സ്നേഹമായനായ ഭർത്താവ് വേറെ എവിടെ കിട്ടും ഗൈസ്? ഓക്കെ. ഫുഡ് നല്ല ഫുഡായിരുന്നു. ഭയങ്കര ഫുൾഫില്ലിങ് ആയിരുന്നു. ഭയങ്കര നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വയറ് നിറഞ്ഞു. ആർക്കും മെയിൻ കോഴ്സിലോട്ട് കടക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും മെയിൻ കോഴ്സ് കുറച്ച് ബൈറ്റ് എടുത്ത് പാർസൽ ചെയ്യിപ്പിച്ചു. കരാമയിലുള്ള പാരഡൈസ് ബിരിയാണി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫും ഭയങ്കര നന്നായിട്ട് ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു അവർ. കാരണം നമ്മൾ ടീമിൽ ഒരുപാട് ആളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും മാനേജ് ചെയ്യുക, എല്ലാവരെയും ഡിഫറെൻറ്റ് മെന്യൂസ് സെറ്റാക്കുക. സോ ദേ ഡിഡ് ആൻ അബ്സല്യൂട്ട്ലി ഗുഡ് ജോബ് അറ്റ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും വി ഹാഡ് എ വെരി ഗുഡ് ആൻഡ് എ ഫ്രൂട്ട്ഫുൾ ടൈം.
ഒരു നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു ആഫ്റ്റർ ഓഫീസ് hours. അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ പറയുന്നത് ഇത് കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ once or twice in a month ഒക്കെ ചെയ്യാൻ പറ്റണമെന്ന്. അങ്ങനെ കഴിഞ്ഞു. പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് സ്ട്രേറ്റ് ഹോം ആൻഡ് ദെൻ റെസ്റ്റ് അപ്പ്. നാളെ വീണ്ടും ഓഫീസിലേക്ക് പോകണം. So yeah, today was a good day and I hope you guys enjoyed watching this video as well. So ellarum, if you guys like this video, please like, and if you still have not subscribed to my channel, please subscribe. Bye.